എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബൺസാണ്. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്ക് 4 മണിക്ക് ഒരു പലഹാരം കൊടുക്കണ്ടേ, അതിനുവേണ്ടി ഒരു ബൺസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, കുറച്ച് ജീരകം, പിന്നെ നമ്മുടെ ചെറുപഴം അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തൈര്, വലിയ പുളിയില്ലാത്തതാ, പിന്നെ കുറച്ച് എള്ള്. നമുക്ക് ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ചെറുപഴം പൊളിച്ചിടുക. നമുക്ക് ചെറിയ പഴം കൊണ്ട് മാത്രമല്ല, കേവൻഡിസ് പഴം, മൈസൂർ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ബൺസാക്കാം. ഇത് എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചെറുപഴം എടുത്തത്. നമുക്ക് പഴം പൊളിച്ചിട്ടു. ഇത് പഞ്ചസാര നമുക്ക് കുറച്ചിടാം. ഈ തൈര് നമുക്ക് കുറച്ച് ഇതിലൊഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഞാൻ ഈ പഴവും പഞ്ചസാരയും തൈരും അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി സോഡാപ്പൊടി ഇടുവാണേ. ഇനി നമുക്ക് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടി ഒരു വട്ടമുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മൈദാപ്പൊടി ഇടുക. ഇതിലേക്ക് ജീരകം ചേർക്കാം, പിന്നെ കുറച്ച് എള്ള്, കുറച്ച് ഉപ്പും ചേർക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ഈ പഴത്തിൻ്റെ കൂട്ടൊഴിക്കുക. ഇനി നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. ഈ പഴത്തിൻ്റെ കൂട്ടൊഴിച്ച് ഞാൻ ഈ ചപ്പാത്തിയുടെ പരുവത്തിൽ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ തൂത്ത് 4 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. 4 മണിക്കൂറായി നമ്മൾ കുഴച്ച് വെച്ചിട്ട്. ഇത് നമുക്ക് ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്ക് ഉണ്ടയാക്കാം ചെറിയ. ഇത് നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്താം. നമ്മളൊരു ചെറിയൊരു ടർക്കി സ്ലാബിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ ഈ ചപ്പാത്തി പലക വെക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, അല്ലെങ്കിൽ ഈ പലക അനങ്ങിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുവാണെങ്കിൽ നമ്മൾ അനങ്ങില്ല. ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി പൊടി ഇട്ടിട്ട് പലകയിൽ തൂക്കാം. നമ്മൾ കുറേ പൊടി ഇടല്ലേ, അത് എണ്ണയിൽ കരിഞ്ഞു പോകും. ഇത്തിരി കനം കുറയ്ക്കാനും പാടില്ല, കുറച്ച് കനം വേണം. ഒത്തിരി കനം കുറഞ്ഞു പോകല്, ഈ കനത്തെ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഇത് നമ്മളെല്ലാം പരത്തിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രം അടുപ്പ വെച്ച് എണ്ണ ഒഴിച്ച് ഇത് ചുട്ടെടുക്കാം. ഞാൻ ഈ പാത്രത്തിൽ എണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണയാ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് മീഡിയമിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകം വേവില്ല. മേലത്തെ സൈഡ് മൊരിഞ്ഞു പോവും. ഇപ്പം കളർ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം കോരി. അങ്ങനെ നമ്മുടെ ബൺസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്പഞ്ച് പോലെയുണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.